മറയൂരിൽ കാലിന് പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ ലഭ്യമാക്കി വനംവകുപ്പ്. ആനയെ മയക്കുവെടി വെച്ച് മയക്കിയ ശേഷമാണ് ചികിത്സ നൽകിയത്. ആനയുടെ മുൻഭാഗത്തെ ഇടതുകാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളതെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചികിത്സ ലഭ്യമാക്കിയെങ്കിലും വനംവകുപ്പിന്റെ നിരീക്ഷണം തുടരും. കാലിന് പരിക്കേറ്റ പിടിയാനയ്ക്കാണ് മറയൂരിൽ വനംവകുപ്പ് ചികിത്സ ലഭ്യമാക്കിയത്. പെരടിപ്പള്ളം ഭാഗത്ത് സ്വകാര്യ ഭൂമിയിലായിരുന്നു ആന നിലയുറപ്പിച്ചിരുന്നത്. കാലിന് പരിക്കേറ്റ നിലയിൽ കാണപ്പെട്ട കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷം ചികിത്സ നൽകുകയായിരുന്നു. ആനയുടെ മുൻഭാഗത്തെ ഇടതുകാലിനാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത് എന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കയറ് കുരുങ്ങിയിട്ടുള്ള ഒരു മുറിവ്, വലിയ മുറിവും അതോടൊപ്പം തന്നെ അത് കുറച്ച് പഴുത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഇതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പം തന്നെ പ്ലാൻ ഉണ്ടാക്കുകയും അത് ഇന്ന് ഈ ദിവസം നമ്മൾ വളരെ വിജയകരമായിട്ട് നമ്മൾ ഇതിനെ ഇമ്മൊബിലൈസ് ചെയ്ത്, കാരണം ഇതിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മൊബിലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമുണ്ട്. അതിന് നമ്മൾ ട്രാങ്കുലൈസിങ് ചെയ്ത് അതിനെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റും നൽകി ഇപ്പോൾ അതിന് റിവൈവൽ കൊടുത്ത് അത് ഉടൻ തന്നെ കാട്ടിലേക്ക് തിരിച്ചു. കാന്തല്ലൂർ റേഞ്ചിന് കീഴിൽ വരുന്ന ചന്ദ്രമണ്ഡലം ഭാഗത്ത് തമിഴ്നാട് മേഖലയിൽ നിന്നടക്കം കാട്ടാനകൾ കൂട്ടത്തോടെ എത്താറുണ്ട്. ഇത്തരത്തിലെത്തിയ പിടിയാനയുടെ കാലിനായിരുന്നു മുറിവ് കണ്ടെത്തിയത്. കഴിഞ്ഞ 4 ദിവസമായി വനംവകുപ്പ് ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനുശേഷമാണിപ്പോൾ വിജയകരമായി ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കുന്ന ദൗത്യം വനംവകുപ്പ് പൂർത്തിയാക്കിയത്. കൈരളി ന്യൂസ്, ഇടുക്കി.